ഹായ് ഓൾ. നമുക്കിന്ന് പഠിക്കാനുള്ളത് കോളറിജിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കോളറിജ്, സാമുവൽ ടൈലർ കോളറിജ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിനെ കുറിച്ചിട്ട്. ഈ വേർഡ്സ്വർത്തും കോളറിജും കൂടിയാണ് ശരിക്കും റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ സാമുവൽ ടൈലർ കോളറിജ് ഈസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, literary critic and philosopher. He is known for his close friendship with poetic association with William Wordsworth. He is also considered the founder of English Romantic movement along with Wordsworth. ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് പോയറ്റ് ആണ്, ഫിലോസഫർ ആണ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് വിത്ത് വേർഡ്സ്വർത്തിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് റൊമാൻറ്റിക് മൊമെന്റ് തുടങ്ങിയത്. ഓക്കെ, ഈ സെക്ഷനിൽ വേർഡ്സ്വർത്തും കോളറിജും എന്തായാലും പഠിച്ചിരിക്കണം, അറിയേണ്ട രണ്ട് personalities on a romantic period. He was more interested in creative process that made poetry than the finished product. വേർഡ്സ്വർത്തിന്റെ സ്റ്റൈൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അയാൾക്ക് ഈ പോയട്രി ഉണ്ടാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ തിയറി, ഓക്കെ, അതിന്റെ ബാക്കിലുള്ള തിയറികളെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇയാളുടെ വർക്കുകൾ ഒട്ടുമിക്കതും വായിച്ചു കഴിഞ്ഞാൽ വളരെ തിയററ്റിക്കൽ പെർഫെക്ഷനിലുള്ള വർക്കുകളായിരിക്കും. അതായത് ആ വർക്ക് പക്ക നല്ല ഒരു ബേസിൽ, ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പോയംസ് പോലെ തോന്നും. ഓക്കെ, വേർഡ്സ്വർത്ത് കൂടുതലും പോയം ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിലാണ് ആൾ ഫോക്കസ് ചെയ്തത്. പക്ഷെ കോളറിജ് അങ്ങനെയല്ല. കോളറിജ് എന്താണ്, ക്രിയേറ്റീവ് പ്രോസസ്സ് എന്താണോ പോയട്രിയുടെ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ് എന്താണോ അതിനാണ് ആൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇൻ ഹിസ് ഓൺ വേർഡ്സ് ഹി എൻഡേവേർഡ് ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾ ഓഫ് റൈറ്റിംഗ് റാദർ ദാൻ ടു ഫർണിഷ് റൂൾസ് ഓർ ഹൗ ടു പാസ് ജഡ്ജ്മെന്റ് ഓൺ വാട്ട് ഹാസ് ബീൻ റിട്ടൺ ബൈ അതേഴ്സ്. ആളുടെ വർക്കിൽ തന്നെ, ആളുടെ വർക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിയേറ്റീവ് പ്രോസസ് ദാറ്റ് മെയ്ഡ് പോയട്രി ദാൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എനിക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണേക്കാട്ടിലും പഠിക്കാനും അനലൈസ് ചെയ്യാനും താല്പര്യം ആ പ്രോസസ്സാണ്. അതായത് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുന്ന പ്രോസസ്സില്ലേ, ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നതാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. സോ ആ ഒരു പ്രോസസ്സാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് കോളറിജ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല, ഞാൻ ആ പ്രോസസ്സിലേക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അതായത് ഒരാളുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇയാളുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരു തോട്ട് വരിക, ആ തോട്ടിന് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ, ഇമാജിനേഷൻ ആയിട്ട് മാറുന്നത്, ഇമാജിനേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്താലാണ് ഒരു പോയം എഴുതുന്നത്, അങ്ങനെ ഒരാളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പോയം ഉണ്ടാക്കി കഴിയുന്നത് വരെയുള്ള പ്രോസസ്സാണ് വേർഡ്സ്വർത്തിന്റെ തിയറികളിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇനി അങ്ങോട്ട് നമ്മൾ തിയറീസ് പറയുമ്പോൾ, ഇയാളുടെ തിയറീസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലും ഇയാള് ആളുകളുടെ മനസ്സിലുള്ളിലുള്ള ഇമാജിനേഷൻ രണ്ട് തരമുണ്ട്. അങ്ങനെ അല്ലേ, ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പോയം ഉണ്ടാക്കുമ്പോഴുള്ള മാനസികമായിട്ടുള്ള ഒരു ഇതിനെയാണ് നമുക്ക് കോളറിജിന്റെ വർക്കിൽ കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ ബയോഗ്രഫിയ ലിറ്റററിയ പറയണത് വേർഡ്സ്വർത്തിന്റെ വേറൊരു ഫേമസ് വർക്കാണ്. അതിലാണ് ആളത് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ തിയറി ഓഫ് ഇമാജിനേഷൻ. ഓക്കെ, തിയറി ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രി ആൻഡ് ഓൾ ആക്ട്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അക്കോർഡിംഗ് ടു കോളറിജ് ആർ ദി ആക്ട്സ് ഓഫ് ഇമാജിനേഷൻ. ഒരു ഇമാജിനേഷനിൽ നിന്നിട്ടാണ് പോയട്രി ആവട്ടെ, അതുപോലെ തന്നെ വേറെ ഏത് ലിറ്ററേച്ചർ ആവട്ടെ ഉണ്ടാവുന്നത്. ഇൻ ദി 18th century, fancy and imagination were considered two manifestations of the creative drive. 18ാം നൂറ്റാണ്ടിൽ, അതായത് ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് 18ാം നൂറ്റാണ്ടില്. ഫാൻസി, ഇമാജിനേഷൻ, ഈ രണ്ട് വാക്കുകളാണ് എന്താണ് ക്രിയേറ്റീവ് ഡ്രൈവിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, വേർ ഇമിറ്റേഷൻ ഫെയ്ത്ത്ഫുള്ളി ഇമേജ്ഡ് ദ ഒറിജിനൽ, ഇറ്റ് വാസ് ഹെൽഡ് ടു ബി എ വർക്ക് ഓഫ് ഇമാജിനേഷൻ, and were it substituted by something of the poet's own inventory only with distant likeness to original, it was held to be a work of fancy. So എന്താണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒറിജിനലിനെ ഇമേജ് ചെയ്യലായിരുന്നു. പക്ഷെ ഒറിജിനലിനെ ഇമേജ് ചെയ്യുന്നത് ഒരു ഇമാജിനേഷൻ വഴിയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോയറ്റിന്റെ ഇൻവെൻഷൻ വഴി, അല്ലെങ്കിൽ പോയറ്റാണ് ഒരു സംഭവത്തെ, എന്താ പറയാ, കണ്ടൊരു കാര്യത്തെ നമുക്ക് കാണാത്തൊരു നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു സംഭവമാക്കി മാറ്റുന്നത്. ഇപ്പൊ പോയിട്ട് വെറുതെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യല്ല, അവിടെ ഇമാജിനേഷൻ എന്താണ് കുത്തിക്കയറ്റുന്നുണ്ട്. ഇമാജിനേഷനോട് കൂടിയിട്ടാണ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ജസ്റ്റ് ഒരു സാധനത്തെ കോപ്പി ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യല്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു പൂവിനെ, എന്താ പറയുക, ഡെയിലി നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ ഒരു പൂവ് കാണുകയാണ്. ആ പൂവിനെ കുറിച്ചിട്ട് ഒരാള് ഒരു കവിത എഴുതി, ഒരു പ്രത്യേക രീതിയിൽ ഒരു പൂവിന് ഒരു ജീവൻ കൊടുത്തു, പൂവ് നമ്മളെ ഓരോരുത്തരും ഒബ്സർവ് ചെയ്യുന്നു, പൂവിനെ ഒരു മനുഷ്യനാക്കിയിട്ടൊക്കെ കണ്ടിട്ട് ഒരു പോയം ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, നമ്മൾ കാണുന്ന പൂവാണെന്നും, പക്ഷെ നമ്മൾ ഈ പോയം വായിച്ചതിന് ശേഷം പിന്നെ ആ പൂവിനെ ചിലപ്പോൾ ഒരു മനുഷ്യനെ കാണും. സോ അതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. വെറും കോപ്പി ഓഫ് കോപ്പി അല്ല, ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ച് അതിനെ ഫാൻസി ചെയ്തിട്ട്, ഫാൻസി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു തിയറിയാണ് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇമാജിനേഷനെ നമ്മൾ ആ ഫാൻസി എന്നുള്ള വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ, ആർഭാടം, കുറച്ച് ഭംഗി കൂട്ടിക്കുക, അതിനാണ് ഫാൻസി പറയുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വർക്കുകളാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ ഉള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇമാജിനേഷനുള്ള വരുന്ന വർക്കുകളെ ഫാൻസി ഫുൾ ആക്കുക. Then Coleridge's theory of imagination modifies traditional, particularly the neoclassical view of art as mere imitation. അതായത് ആളുടെ തിയറി ഓഫ് ഇമാജിനേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിയോ ക്ലാസിക്കൽ, പഴയ ക്ലാസിക്കൽ വർക്കുകളുടെ ഒരു പുതിയ വേർഷൻ, ഇതിന് തൊട്ട് മുന്നുള്ള പീരീഡ്. അപ്പൊ അവര് പറയേണ്ടത് വെറും ഇമിറ്റേഷൻ ആണ് ആർട്ട് വർക്ക്. അപ്പൊ അതിനെയാണ് ഇയാള് ചാലഞ്ച് ചെയ്യണത്. വെറും ഇമിറ്റേഷൻ അല്ല, ആ ഇമിറ്റേഷനിലൂടെ ഓദറിന്റെ ഇമാജിനേഷൻ ഉണ്ട്, ഓദറിന്റെ യൂസ് ഓഫ് ഫാൻസി ഉണ്ട്. അതാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. സിൻസ് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ഇമാജിനേഷൻ വിച്ച് ഇമ്പോസസ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഓൺ വാട്ട് എവർ ഇറ്റ് പെർസീവ്സ്, ആർട്ട് ഈസ് മച്ച് എ സെൽഫ് റെവലേഷൻ ആസ് ഇമിറ്റേഷൻ. ആർട്ട് എന്ന് പറയുന്നത് ഒരു സെൽഫ് റിവീലിംഗ് ടൂളാണ്, സെൽഫ് റെവലേഷൻ ടൂളാണ്. ഒരു ഓദർ അയാളുടെ ഉള്ളിലുള്ള കഴിവിനെ എന്താണ് സെൽഫ് റിവീൽ ചെയ്യുന്ന ഒരു ടൂളാണ് ആർട്ട്. ആർട്ട് ഈസ് ദ ബ്ലെൻഡിങ് ഓഫ് സോൾ ആൻഡ് എക്സ്റ്റേണൽ വേൾഡ് ഓഫ് നേച്ചർ. അപ്പോൾ ആള് പറയാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോള്, ആത്മാവ്, അതുപോലെ തന്നെ നേച്ചറിന്റെ എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ലിങ്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് മോർ ദാൻ നേച്ചർ ബിക്കോസ് ദ ആർട്ട് സോൾ പെർമിറ്റേറ്റ് ഇൻ ടു ഇറ്റ്സ്. ഓക്കെ, നേച്ചറിനെക്കാട്ടിലും കൂടിയതാണ്, നേച്ചറിനെക്കാട്ടിലും ഹൈ ആയിട്ടുള്ള ഒരു ഫോമാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ടില് ആർട്ടിസ്റ്റിന്റെ സോള് എന്താണ് പെർമേറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് സോളും അവിടെ ഇടപഴകുന്നുണ്ട്, സോളും അവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഇമിറ്റേഷൻ ഓഫ് നേച്ചർ അല്ല, ഒരാളുടെ ആത്മാവ്, ഒരാളുടെ സോള് വരെ ടച്ച് ചെയ്യുന്ന വർക്കാണ്. ആർട്ട് റിവീൽസ് നേച്ചർ നാച്ചുറ നാച്ചുറൻസ്, ദ വെരി സ്പിരിറ്റ് ഓഫ് നേച്ചർ വിച്ച് പ്രീപോസസ് എ ബോണ്ട് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹയർ സെൻസ് ഓഫ് സോൾ ദാൻ മാൻ. അതായത് ചില ആളുകളുണ്ട്, ചില ആർട്ട് വർക്കുകൾ കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇരുന്ന് ഇമോഷണലി ഭയങ്കര കണക്ട് ആവും, കരയും, അല്ലെങ്കിൽ കുറെ കാലം നമുക്ക് അതൊന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, അപ്പൊ നമ്മുടെ സോള് ആ എഴുത്തുകാരന്റെ സോളായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇയാൾ പറയാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി സ്പിരിറ്റ് ഓഫ് നേച്ചർ, നേച്ചറിന്റെ സ്പിരിറ്റ്, ജീവജാലങ്ങളുടെ സ്പിരിറ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എല്ലാവരും ഇങ്ങനെ കേട്ടോ, അവരിങ്ങനെ ഭയങ്കരമായിട്ട് അതങ്ങനെ നമ്മൾ പോലും വിചാരിക്കാത്ത കമ്പാരിസൺ ഒക്കെയാണ് തരിക. ഓക്കെ, in this interpretation of artistic process, the romantics elevated imitation as a complex psychological process that is also an impact of nature on the soul. It is also an effect of soul on nature and thus serves to the meditate and blend both. It makes familiar strange and the strange familiar. ഈ സംഭവം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് വേർഡ്സ്വർത്ത് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫെമിലിയർ ആയിട്ടുള്ളതിനെ സ്ട്രേഞ്ച് ആക്കാനും സ്ട്രേഞ്ച് ആയിട്ടുള്ളതിനെ ഫെമിലിയർ ആക്കാനുമാണ് ഞങ്ങളുടെ റൊമാൻറ്റിക്സ് എന്താണ് ചെയ്യുന്നത്. ദ റൊമാൻറ്റിക്സ് എലവേറ്റഡ്, കണ്ട, ഇമിറ്റേഷൻ ആസ് എ കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോസസ്. അവർ ഇമിറ്റേഷനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് എളുപ്പമായിട്ടുള്ള കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ, ഇവിടെ മനുഷ്യരുടെ ഇമാജിനേഷൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ അവർ പറയണത് എന്താണ്, ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെമിലിയർ ആയിട്ടുള്ളതിനെ സ്ട്രെയിഞ്ച് ആക്കിയിട്ടും സ്ട്രെയിഞ്ച് ആക്കുന്നതിനെ ഫെമിലിയർ ആക്കിയിട്ടും കാണിക്കാം. അപ്പോൾ അതായിരുന്നു ഇവരുടെ എല്ലാ വർക്കുകളിലും കാണാൻ പറ്റുക. ഇവരുടെ എല്ലാ വർക്കുകളിലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫെമിലിയർ ആക്കിയതിനെ സ്ട്രെയിഞ്ച് ആക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞൊരു പോയുണ്ട്. അതുപോലെ തന്നെ സോളിറ്ററി റീപ്പർ, സോളിറ്ററി റീപ്പർ കുറച്ചുകൂടെ എക്സാമ്പിൾ. അതായത് നമ്മൾ വീട്ടിന്റെ പരിസരത്തും അവിടെ ഇവിടെയൊക്കെ ഈ പുല്ലരിയുന്ന ആളുകളെ കാണാമല്ലോ, കൃഷിക്കാര് അല്ലെങ്കിൽ കൃഷിപ്പാടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ ഇങ്ങനെ പുല്ലരിയുന്നത് കാണാം. നമ്മൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ അവരെ കണ്ടാലും ഒന്നും തോന്നുന്നില്ല അല്ലേ, അവര് പുല്ലരിയുന്ന ഒരാളാണ്, അവര് എടുക്കണു, പൈസക്ക് വേണ്ടി പണിയെടുക്കണു. പക്ഷെ ഈ വേർഡ്സ്വർത്തിന്റെ ഈ പോയം വായിച്ചിട്ട് നമ്മൾ പിന്നെ അവരെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും. കാരണം അപ്പൊ നമ്മൾ ഇവരെന്ത് ചെയ്തത്, ഫെമിലിയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇമേജിനെ ഭയങ്കര സ്ട്രെയിഞ്ച് ആക്കുക. പിന്നെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയി തോന്നും ഈ വർക്ക് വായിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്ട്രെയിഞ്ച് ആയിട്ട് നമ്മൾ തീരെ നോട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ഭയങ്കര ഫെമിലിയർ ആക്കുക. ഓക്കെ, ഈ രണ്ട് ഓപ്പോസിറ്റ്സ് ആണ് ഇവര് റൊമാൻറ്റിക്സ് ചെയ്തിട്ടുള്ളത്.
Then it is the mesothesis, reconciliation. The difference is an essential to the likeness. Without the difference, it would be ഇത് അത്ര അറിയേണ്ട കാര്യമില്ല, ഇത് കുറച്ച് ഡീപ്പ് വർക്കാണ്. ബേസിക്കലി പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. വേർഡ്സ്വർത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് ഫാൻസി എന്താണ്, ഇമാജിനേഷൻ എന്താണ്, ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫാൻസി ഇമാജിനേഷനെ കുറിച്ച് പറയണത് വേർഡ്സ്വർത്തിന്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറഞ്ഞ വർക്കിലാണ്. ചാപ്റ്റർ 12 പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ, നെറ്റിനൊക്കെയാണ് അത് ആവശ്യമുള്ളൂ. Coleridge frames his famous theory of fancy and imagination. According to him, fancy and imagination were the two distinct and widely defined faculties and were not two words to denote the same meaning or lower or higher degree. Okay, before Wordsworth, the poets only gave what often was thought. Wordsworth bridged the gulf between two. His feelings issue forth as thoughts and the thoughts as feelings. The common eye now sees them in what form long familiarity it had failed to see before in this work of imagination. അത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതാണ്. കോളറിഡ്ജ് വേർഡ്സ്വർത്തും കൂടിയിട്ടാണ് ഈ ഫാൻസിയും ഇമാജിനേഷനെയും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൂടുതലും വേർഡ്സ്വർത്തിന്റെ വർക്കിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇമാജിനേഷൻ ആണ് നമ്മുടെ കോളറിഡ്ജിൻ്റെ കൂടുതലും കാണുന്നത്. രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ഫോക്കസ് വേർഡ്സ്വർത്ത് ഫാൻസിയും ഇമാജിനേഷൻ കോളറിഡ്ജും ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കൂട്ടാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്, ബയോഗ്രഫി ലിറ്റററി. അപ്പൊ ഇവര് പറയാണ്, നീ ഇതിനെ കുറിച്ചിട്ടുള്ള പോയം എഴുതിക്കോ. വേർഡ്സ്വർത്തിന്റെ പോയംസ് വായിച്ചാൽ നമുക്ക് ഭയങ്കര അങ്ങനെ ഇമാജിനേഷനും ഇങ്ങനെ ഫാൻസി ആക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക്, നമ്മളിങ്ങനെ അലങ്കൃതമായിട്ടുള്ള ഒരു വേൾഡിലേക്ക്, ഭയങ്കര ഫാൻസിഫുൾ ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് പോകും. ഇയാളുടെ അങ്ങനെയല്ല. കോളറിഡ്ജിന്റെ വർക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഇയാളുടെ ഇമാജിനേഷൻ എങ്ങനെയൊക്കെ വന്നത്, അല്ലെങ്കിൽ ഇയാൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ്, ഞെട്ടിപ്പോവും. അങ്ങനത്തെ ഇമാജിനേഷൻസ് ഓഫ് പീക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ ചെയ്തത്. ഓക്കെ, വേർഡ്സ്വർത്ത് ബ്രിഡ്ജ് ദ ഗൾഫ് ബിറ്റ്വീൻ ദ ടു. അവര് എന്താണ്, തോട്ട് അതേപോലെ തന്നെ ഇമാജിനേഷൻ. ഓക്കെ, തോട്ട് ഇമാജിനേഷൻ, ആ രണ്ട് സാധനത്തിനെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യലാണ് അവർ ചെയ്തത്. ഇനി കോളേജ് ഡിഫൈൻ ചെയ്തത് കൂടെ പറയുന്നുണ്ട്. ഡിഫൈൻസ് ഇമാജിനേഷൻ ആസ് എ എസംപ്ലസ്റ്റിക് പവർ, coining the word to mean unifying or building into one. Okay, the imagination is primary or secondary. എന്നിട്ട് ആള് പറയാണ്ട്, ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എസംപ്ലാസ്റ്റിക് പവർ ആണ്. ഓക്കെ, എസംപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കെമിക്കൽ മിക്സിങ്ങിനെ പറയണതാണ്. അതായത് യൂണിഫൈ ചെയ്യുന്ന, ബിൽഡിംഗ് ടു വൺ. നമ്മൾ പറഞ്ഞു ഈ സിമെന്റും വെള്ളവും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി രൂപത്തിലുള്ള സിമെന്റ് കട്ടിയായിട്ട് മാറും അല്ലെ. അപ്പൊ അങ്ങനത്തെ പറയണതാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഒരാളുടെ ലിറ്റററി വർക്കിന്റെ ആത്മാവിനെ യുണൈറ്റ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്, യൂണിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇമാജിനേഷൻ രണ്ട് തരമുണ്ട്, പ്രൈമറി സെക്കൻഡറി. ഇനി പറയാണ് പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ലിവിങ് പവർ, പ്രൈം ഏജന്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്. ഓക്കെ, ഇറ്റ് ഈസ് എ റെപ്പിറ്റേഷൻ ഇൻ ഫൈനൈറ്റ് മൈൻഡ് ഓഫ് ഇറ്റേണൽ ആക്ട് ഓഫ് ക്രിയേഷൻ ഓഫ് ദി ഇൻഫിനിറ്റ് ഐ ആം. പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിലുള്ള ജനിക്കുമ്പോൾ ഉള്ള ഇമാജിനേഷനാണ്. ഓക്കെ, അത് എല്ലാവരുടെയും ഉള്ളിലും ഉണ്ട്. ലിവിങ് പവർ ആയിട്ടുള്ള പ്രൈം ഏജന്റ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ. നമ്മളുടെ നിലപാട് നമ്മൾ കാണുന്നത് ഈ ഇമാജിനേഷനിലൂടെയാണ് അല്ലേ. ഇതിലുള്ള സെക്കൻഡറി ഇമാജിനേഷൻ. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ലൈക്ക് എൻ എക്കോ, like in all kind but different degree and in mode of operation. It dissolves and diffuses in order to recreate. It struggles to idealize and to unify. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോ പോലെയാണ്. ഓക്കെ, അത് പ്രൈമറി ഇമാജിനേഷൻ പോലെയല്ല. അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമാജിനേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ജനിക്കുമ്പോൾ ഉള്ളത് വെച്ചിട്ടുള്ളത് ഇമാജിനേഷൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോകം. നമ്മളുള്ള ഓൾറെഡി ഇമാജിനേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചുറ്റും കാണുന്ന രീതിയുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എല്ലാവരോടും ഒരു പൂവിനെ കുറിച്ചിട്ട് ഒരു പോയം എഴുതാൻ പറയാണ്. നിങ്ങൾ പൂവിനെ കുറിച്ചിട്ട് 15 പേര് 30 പേരുണ്ടെങ്കിൽ 30 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇമാജിനേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതാണ് സെക്കൻഡറി ഇമാജിനേഷനിൽ പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്, ഇറ്റ് ഡിസോൾവ്സ് ആൻഡ് ഡിഫ്യൂസസ് ഇൻ ഓർഡർ ടു റീക്രിയേറ്റ്. പല കാര്യങ്ങളെയും അത് ഡിസോൾവ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും, മാറ്റി നിർത്തും, അല്ലെങ്കിൽ ഇല്ലാതാക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ക്രിയേഷൻ നടക്കണമെങ്കിൽ നമ്മൾ പറയുന്നതും മാറ്റി നിർത്തണം. ഓക്കെ, ഇറ്റ് സ്ട്രഗിൾ ടു ഐഡിയലൈസ് ആൻഡ് യൂണിഫൈ. അത് യൂണിഫൈ ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റാണ്. ഈ ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It's a mode of memory emancipated from the order of time and space. Like memory, it receives all its materials ready made from the law of association. Fancy is not a creative power but only combine the thing that sees into pleasing shape instead of using them like imagination to give them the shape of its own. ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് മൈൻഡിലുള്ള മാനസികമായിട്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഇമാജിനേഷൻ, ആ ഇമാജിനേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് പ്ലീസിങ് ഷേപ്പാക്കി കഴിയാൻ കഴിവുള്ള ഒരു സാധനത്തിനാണ് ഫാൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകളെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ് ആയ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള ടൂളിനെയാണ് ഫാൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫാൻസി is the arbitrary bringing together of all the things that lie remote and forming them into a unity. ഓക്കെ, അതായത് എന്താണ് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ലൈ റിമോട്ട് ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ ഇൻറ്റു എ യൂണിറ്റി. പല അവിടെയും ഇവിടെയും കിടക്കുന്ന സാധനങ്ങളെ നമ്മുടെ ഇമാജിനേഷനെ നമ്മൾ ഒരുമിപ്പിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനാണ് ഫാൻസി എന്ന് പറയാം. പോയംസിൽ അങ്ങനെയാണ്. ഓക്കെ, പോയം മാത്രമല്ല, ഇന്ന് കാലത്ത് സിനിമ എഴുതുന്നതും സോങ് എഴുതുന്നതും ഡാൻസിന്റെ സ്റ്റെപ്പ് കൊറിയോഗ്രാഫി ചെയ്യുന്നതും എല്ലാം ഇങ്ങനെയാണ് ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതാണ് ഫാൻസി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഓക്കെ, ദെൻ as imagination is akin to genius which is inborn, fancy is a combinatory power, imagination is a unifying power. ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവരുടെ ഉള്ളിലും ഇൻബോൺ ആയിട്ട് ജീനിയസ് ആയിട്ട് കിട്ടുന്നതാണ്. ഫാൻസി ഒരു കമ്പൈൻ പവറാണ്, ഇമാജിനേഷൻ ഒരു യൂണിഫൈങ് പവറാണ്. ഫാൻസിയിലാണ് നമ്മൾ കോൺസെപ്റ്റുകളെ കമ്പൈൻ ചെയ്യുക, ഇമാജിനേഷനിൽ യൂണിഫൈ പറഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെ സോർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇവർ പ്രൈമറി ഇമാജിനേഷൻ സെക്കൻഡറി ഇമാജിനേഷനെ കുറിച്ച് ജസ്റ്റ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹി ഫൈൻഡ്സ് ടു ഫോം ഓഫ് ഇമാജിനേഷൻ വിച്ച് ഹി കോൾസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ഇമാജിനേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Primary imagination is simple and the power perceiving the objects of sense, person, place, things, both in their parts as a whole. It enables the mind to form a clear picture of object perceived by sense. എന്തൊക്കെയാണോ നമ്മുടെ മൈൻഡിൽ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന പ്ലേസ്, പേഴ്സൺ, തിങ്, അത് വെച്ചിട്ട് നമ്മുടെ എന്താണ് സെൻസുകൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, അത് അതെല്ലാം വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന റിയാലിറ്റിയാണ് പ്രൈമറി ഇമാജിനേഷനിലുള്ളത്. ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ആക്ട് ഓഫ് ദ മൈൻഡ് വെൻ കൺഫ്രണ്ട് വിത്ത് മിങ്കിൾഡ് മാസ് ഓഫ് മാറ്റർ. നമ്മൾ ഓൾറെഡി ഒരാളെ പോയി കാണുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുക, ആളുകളെ കാണുമ്പോൾ മൈൻഡിൽ വരുന്നതിനെയാണ് പ്രൈമറി ഇമാജിനേഷൻ പറയുന്നത്. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺഷ്യസ് യൂസ് ഓഫ് പവർ. അതായത് ആ കിട്ടിയിട്ടുള്ള കഴിവിനെ, അതായത് നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയെയാണ് സെക്കൻഡറി ഇമാജിനേഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരാളെ അറിയാം, അയാൾ നിങ്ങൾക്കിട്ട് നല്ല പണി തന്നു വിചാരിച്ചോ. ഓക്കെ, ആ പണി തന്നിട്ടുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആളെ കാണുക വളരെ സൂക്ഷിച്ചേ കാണുള്ളൂ, അല്ലേ? അപ്പം അതാണ് സെക്കൻഡറി ഇമാജിനേഷൻ്റെ യൂസ്. പ്രൈമറി ഇമാജിനേഷൻ എന്താ, ഒരാളെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, നമ്മൾ അയാളെ എന്താ പറയുക, നമ്മൾ നല്ല സ്വഭാവത്തിൽ സംസാരിക്കുന്നു, നല്ല രീതിക്ക് നിൽക്കുന്നു പോകണം. പക്ഷെ കുറച്ച് കാലം കൊണ്ട് നമുക്കൊരു ലെസൺ അയാൾ തരികയാണെങ്കിൽ നമ്മൾ പിന്നെ ആളെ കാണുക എന്ത് രീതിക്കായിരിക്കും, പഴയ പോലെ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡറി ഇമാജിനേഷൻ്റെ പവർ. ഓക്കെ, കോൺഷ്യസ് യൂസ് ഓഫ് ദിസ് പവർ, അതായത് നമ്മൾക്ക് ജനിക്കുമ്പോൾ കിട്ടിയുള്ള ഇമാജിനേഷനെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോമ്പോസിറ്റ് ഫാക്കൽറ്റി ഓഫ് സോൾ consisting of all the other faculties, perception, intellect, will, motive. It is therefore a more active agent than primary imagination. പ്രൈമറി ഇമാജിനേഷനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഏജന്റ്. കാരണം എന്താ, നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഇമാജിനേഷനെ. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറിയുന്നതല്ല. ഇവിടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെ യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഈ സെക്കൻഡ് ഇമാജിനേഷൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡിസോൾവ്, ഡിഫ്യൂസസ്, ഡിസ്പേറ്റ്സ് ഇൻ ഓർഡർ ടു റീക്രിയേറ്റ്. പല കാര്യങ്ങളും അത് എന്താണ് ഡിസോൾവ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും, ഡിസിപ്പേറ്റ് ചെയ്യും. അതായത് അത് തന്നെ റീഅറേഞ്ച് ചെയ്യും. നമ്മൾക്ക് അറിവ്, കേട്ടിട്ടുള്ള അറിവ്, കിട്ടിയിട്ടുള്ള അറിവ്, അതുപോലെ ആളുകൾ നമ്മൾ തീ പോയി തൊടാൻ പറ്റില്ല, തൊട്ടിട്ട് ചൂട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് കണ്ട അത് വെച്ചിട്ട് നമ്മുടെ സെക്കൻഡറി ഇമാജിനേഷൻ തനിയെ റീക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ solutions to generate of its own. Then Wordsworth only considered the influence of fancy and imagination are manifested in poetry. Coleridge sought to discover semial principle that led to diverse effects. He was interested in the theory concept, Wordsworth in practice. ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ, വേറെയുള്ള ഇതൊന്നും ആവശ്യമില്ല. വേർഡ്സ്വർത്ത് കൂടുതലും ഫോക്കസ് ചെയ്തത് ഫാൻസി അല്ലെങ്കിൽ ഇമാജിനേഷൻ പോയട്രിയിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റിനാണ്.
പക്ഷെ കോളറിഡ്ജ് അങ്ങനെയല്ല. കോളറിഡ്ജ് ചെയ്ത് എന്താണ്, ഒരു പാത്ത് അല്ലെങ്കിൽ അതിന്റെ തിയറി, അങ്ങനെയാണ് ഒരാളുടെ ഉള്ളിൽ ഫാൻസി ഇമാജിനേഷൻ വന്നിട്ടൊരു പോയം ഉണ്ടാവുന്നത്. ആ തിയറിയിലാണ് കോളറിഡ്ജ് ഫോളോ ചെയ്തത്. പക്ഷെ വേർഡ്സ്വർത്ത് ഫോളോ ചെയ്തത് ഫാൻസി ഇമാജിനേഷൻ വെച്ച് എങ്ങനെ പോയംസ് ഉണ്ടാക്കാന്ന്. ഇയാൾ അങ്ങനെയല്ല, എങ്ങനെയാണ് ഒരു പോയിറ്റ് ആ പോയം ഉണ്ടാക്കുക, എങ്ങനെയാണ് ആ ഇമാജിനേഷൻ ഒരാളുടെ മനസ്സിലേക്ക് കയറ്റി വിടുക, അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇവിടെ കോളറിഡ്ജ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ജീനിയസ് ആൻഡ് ടാലന്റ് ബൈ മേക്കിംഗ് ദം ഫോർമോസ്റ്റ് ഓൾ ഐഡന്റിക്കൽ വിത്ത് ഇമാജിനേഷൻ ലേറ്റർ വിത്ത് ഫാൻസി. ഇവിടെ വേർഡ്സ്വർത്ത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജീനിയസും ടാലന്റ്, അങ്ങനെ രണ്ട് വേർഡുകൾ ഇയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ കമ്പയർ ചെയ്യണത് ഇമാജിനേഷനും ഫാൻസിയും ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ജീനിയസ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത് പറയുന്നത് ഈസ് ലൈക്ക് ഇമാജിനേഷൻ ഈസ് ക്രിയേറ്റീവ് ആൻഡ് ടാലന്റ് ഈസ് ലൈക്ക് ഫാൻസി. ജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷൻ പോലെയാണ്. ഓക്കെ, ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റ് പോലെയാണ്. എന്താ ഇമാജിനേഷൻ ടാലന്റ് തമ്മിലുള്ള വ്യത്യാസം? അല്ലെ, സോറി, ജീനിയസും ടാലന്റ് തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ് ഇതിന്റെ എക്സ്പ്ലനേഷനും. കണ്ടോ, ജീനിയസ് ഈസ് ഇൻബോൺ ആൻഡ് ടാലന്റ് ഈസ് അക്വയർഡ്. എ പോയറ്റ് ഈസ് എ മാൻ ഓഫ് ജീനിയസ് ബട്ട് നോട്ട് മെയ്ഡ്. ജീനിയസ് ഈസ് എൽസ്വെയർ മാനിഫെസ്റ്റ്. ഓക്കെ, ജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ ആയിട്ടുള്ള കഴിവുകളാണ്. അതായത് ചില ആളുകളുണ്ട്, ചില കുട്ടികളുണ്ട്, ജനിച്ചതും അവർക്ക് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ നന്നായി പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സ്കില്ലുകൾ ഭയങ്കര ഇൻബോൺ ആയിരിക്കും, ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും അവരുടെ ബ്രെയിൻ. ഇമാജിനേഷൻ അങ്ങനെയാണ്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഓക്കെ, പക്ഷെ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ കിട്ടണതല്ല. ഓക്കെ, ടാലന്റ് അക്വയർ ചെയ്യണതാണ്. ഓക്കെ, ടാലന്റ് ഇപ്പൊ നിങ്ങൾക്ക് ജനിക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ നല്ല കഴിവുള്ള ആളാന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ, നിങ്ങളുടെ ഗുരു പറയണമൊന്നും കേൾക്കാതെ, ടീച്ചർ പറയണമൊന്നും കേൾക്കില്ല, നിങ്ങൾ തന്നെ തോതിൽ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്ത് അധികം വർക്കിംഗ് ഒന്നും ചെയ്യാതെ, ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ നിങ്ങൾ ഡാൻസ് കോമ്പറ്റീഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തേങ്ങയും കിട്ടില്ല. അപ്പോൾ അത് ടാലന്റിന്റെ കഴിവാണ്. അപ്പൊ ജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ ആയിട്ടുള്ള കഴിവും, ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അക്വയർ ചെയ്തെടുക്കുന്ന കഴിവാണ്. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ ഒരു 4-5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് അക്വയർ ചെയ്യുക. ഒന്ന്, സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്, ഷേപ്പിംഗ് മോഡിഫൈങ് പവർ ഓഫ് ഇമാജിനേഷൻ, ഡെപ്ത് ഓഫ് എനർജി ഓഫ് തോട്ട്. ദെൻ ഈ 4 പോയിന്റുകൾ അത് ഞാൻ പറയാം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതല്ല. നമുക്ക് മെയിൻലി ഇവരുടെ ഇമാജിനേഷൻ ഫാൻസി ഒക്കെ പഠിക്കേണ്ടുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ എല്ലാ 4 എണ്ണത്തിന്റെ മെയിൻ ടോപ്പിക്കുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഡെപ്ത് ആൻഡ് എനർജി ഓഫ് തോട്ട് കണ്ട അവിടം വരെയൊക്കെ. ബാക്കിയുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് പോയതാണ്, നോക്കണ്ട. Coleridge differs from all the previous English critic by his psychological approach to literary problem. അതായത് കോളറിജിന്റെ ഡിഫറൻസ് അതൊന്നും അറിയണം. ബാക്കിയുള്ള ക്രിട്ടിക്കുകളിൽ നിന്നും കോളറിജിനെ വ്യത്യാസമാക്കുന്നത്, കോളറിജിന്റെ ക്രിറ്റിസിസം ഭയങ്കര സൈക്കോളജിക്കലാണ്. ഓക്കെ, ഇത് മുന്നേ ഉള്ള ആളുകളൊക്കെ ഭയങ്കര തിയറീസ്, ആ തിയറി ഇങ്ങനെ, ഈ പോയത്തിന് ഇത്ര നീളം പാടുള്ളൂ, ഈ പോയത്തിന് ഇത്ര ഇങ്ങനത്തെ വേർഡ് വേണം, എന്നാലേ ക്വാളിറ്റി വരുള്ളൂ, അങ്ങനെയുള്ള ഒരു മാതിരി മെറ്റീരിയലിസ്റ്റിക് തിയറി ഫോക്കസ് ചെയ്തപ്പോൾ കോളറിജ് ഫോക്കസ് ചെയ്തത് എന്ത് തിയറിയിലാണ്? സൈക്കോളജിക്കൽ തിയറിയിലാണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ കോളറിജിനെ കുറിച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് PB ഷെല്ലിയാണ്. അത് ഇതിൽ കണ്ടിന്യൂ ചെയ്യില്ല, നെക്സ്റ്റ്